രാഘവേട്ട LIC എടുത്തുണ്ടോ? ഇല്ലെങ്കിൽ വേഗം എടുത്തോളൂ, വലിയൊരു തുകയ്ക്ക്. അല്ല, ഇങ്ങനെയൊക്കെ പോവാണെങ്കിൽ തവണകൾ അധികം അടയ്ക്കേണ്ടി വരില്ല. അതിപ്പോ ഈ വലിയ വലിയ ഓട്ടക്കാരും പന്ത് കളിക്കാരും ഒക്കെ കണ്ണ് വേറെ, കൈ വേറെ, കാല് വേറെ എന്നൊക്കെ പറഞ്ഞ് ഇൻഷുർ ചെയ്യാറുണ്ട്. അല്ല, ഇങ്ങനത്തെ മക്കളുണ്ടെങ്കിൽ ഏത് ടൈപ്പ് ഇൻഷുർ ആയാലും നഷ്ടം വരില്ല. ഈ തല ഇൻഷുർ ചെയ്തിരുന്നെങ്കിൽ രാഘവേട്ടന് നല്ലൊരു തുക അടിക്കായിരുന്നു. രാഘവേട്ട എന്തൊന്നും മിണ്ടാത്തത് ദേഷ്യ? ഈച്ചയ്ക്ക് വ്രണം കാട്ടരുത്, പിള്ളേർക്ക് മോണ കാട്ടരുത് എന്നൊക്കെ പണ്ടത്തെ ആൾക്കാർ പറഞ്ഞു കേട്ടിട്ടുണ്ട്. അതായത് പിള്ളേരോട് അമിത വാത്സല്യം കാണിക്കരുത് എന്നർത്ഥം. എന്താ നോക്കണേ? ഓ, ഇതൊക്കെ ഉപദേശിക്കാൻ താൻ ആരോടൊന്നായിരിക്കും. ശരി, വേണ്ട, ഞാൻ നിർത്തി. ആ, തുടരുത് തുടരുത്. ദൂരെ നിന്നുകൊണ്ടുള്ള ഒച്ചയും ബഹളമൊക്കെ മതി. തലയ്ക്ക് 4 തുന്നലുണ്ട്. നല്ല വേദനയുണ്ടോ അച്ഛാ? ഏയ്, ഒരു വേദനയില്ല. തലയ്ക്ക് മുറിഞ്ഞാലുള്ള ഒരു ഗുണം അതാ, ഒട്ടും വേദന ഉണ്ടാവില്ല. എന്ത് ചോദ്യ കുട്ടിയത്? മയക്കിയിട്ടല്ല തുന്നിയത്, ഭയങ്കര നിലവിളിയായിരുന്നു. ഇത് ഷീട്ട് പിടിക്കൂ. ഇത് 2-3 നേരം. ഇത് 2 നേരം. 2 ദിവസം കഴിഞ്ഞ് പിന്നെയും പോണം. ആ, പിന്നെ മൂപ്പരോട് ചോദ്യങ്ങളൊന്നും അധികം ചോദിക്കണ്ട. മൗനവ്രതം തുടങ്ങിയിട്ടുണ്ടോ എന്നൊരു സംശയം. മുറിവ് തലയ്ക്കാണെങ്കിലും ഈ പനക്കല്ലാത്ത നാവിന. ഈ തല ഇളകിയതുകൊണ്ട് ബുദ്ധി ഒന്നും ഉണരാൻ വഴിയുണ്ട്. അകത്തോണ്ട് കിടത്തിക്കോളൂ. ഞാൻ പശുവിന് വെള്ളം കൊടുത്തിട്ട് ഇപ്പൊ